എല്ലാ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളും ടെക്നോളജിയും എല്ലാം ആരോഗ്യ മേഖലയിൽ പ്രയോജനപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സംസ്ഥാനം കേരളമാണ്. ആ ദിശയിൽ ഒരു പുതിയ ചുവടുവയ്പ്പാണ് ഇന്നിവിടെ നമ്മൾ നടത്തിയിട്ടുള്ളത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. മൂസുകുട്ടി മനഴി സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സഹകാർ ഗ്രൂപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന വീട്ടിലൊരു ക്ലിനിക് പദ്ധതിക്ക് തുടക്കമായി. പെരിന്തൽമണ്ണ സൈമൺ ബ്രിട്ടോ സ്മാരക സാന്ത്വന കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മൂസുകുട്ടി മനഴി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സഹകാർ ഗ്രൂപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സ്മാർട്ട് ക്ലിനിക് എന്ന നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വീടുകളിലേക്ക് ക്ലിനിക്കൽ സേവനങ്ങൾ എത്തിക്കുന്ന പദ്ധതിക്ക് പെരിന്തൽമണ്ണയിൽ തുടക്കം കുറിച്ചത്. സൈമൺ ബ്രിട്ടോ സ്മാരക സാന്ത്വന കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാ വിഭാഗങ്ങളുടെയും ശാക്തീകരണവും പുനരധിവാസവുമാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ ഉത്തരവാദിത്തം. സഹകാർ ഗ്രൂപ്പിന്റെയും മൂസുകുട്ടി മനഴി സ്മാരക ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിൽ ആരംഭിച്ച വീട്ടിലൊരു ക്ലിനിക് പദ്ധതിക്ക് വിപുലമായ സാധ്യതകളുണ്ടെന്നും ഇത് ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കുമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വളരെ വലിയ അനുഗ്രഹമാണ് നമ്മുടെ ജനങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാകുന്നത്. നഗരസഭയുടെ കെട്ടിടത്തിൽ നഗരസഭയുടെ പിന്തുണയും സഹായവും സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തരം വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുന്നത്. എനിക്ക് ഈ സഹകാർ സ്മാർട്ട് ക്ലിനിക്കിന്റെ ചെറുപ്പക്കാരായ സുഹൃത്തുക്കളെയും അഭിനന്ദിക്കേണ്ടതുണ്ട്. വീട്ടിലൊരു ക്ലിനിക് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെന്ന് ഈ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ പരിശോധനകളും നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളും ടെക്നോളജിയും എല്ലാം ആരോഗ്യ മേഖലയിൽ പ്രയോജനപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സംസ്ഥാനം കേരളമാണ്. ആ ദിശയിൽ ഒരു പുതിയ ചുവടുവയ്പ്പാണ് ഇന്നിവിടെ നമ്മൾ നടത്തിയിട്ടുള്ളത്. അഭിനന്ദനീയമായിട്ടുള്ള ഈ പ്രവർത്തനം കാഴ്ചവെച്ച നമ്മുടെ സഖാവ് മൂസക്കുട്ടി മനഴി ചാരിറ്റബിൾ ട്രസ്റ്റിനെയും സൈമൺ ബ്രിട്ടോയുടെ പേരിലാണ് ഈ കേന്ദ്രം. ഞങ്ങളുടെ എല്ലാവരുടെയും ആവേശത്തിന്റെയും പ്രചോദനത്തിന്റെയും പൊതുജനങ്ങൾക്കിടയിൽ ജീവിതശൈലി രോഗങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിവിധ പരിശോധനകൾക്കായി പല ക്ലിനിക്കുകളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന സാധാരണക്കാർക്കും കിടപ്പ് രോഗികൾക്കും വളരെയധികം ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് വീട്ടിലൊരു ക്ലിനിക് പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഓൺലൈനായി ഡോക്ടറുടെ പരിശോധനയും മരുന്നുകൾ വീടുകളിൽ നേരിട്ടെത്തിക്കുന്നതിനുള്ള സംവിധാനവും ഹോം കെയർ സേവനങ്ങളും രോഗികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ പോർട്ടബിൾ ടെസ്റ്റിംഗ് മെഷീൻ ഉപയോഗിച്ച് 29ഓളം പരിശോധനകൾ നടത്താനും സാധിക്കുന്നു. മൂസുകുട്ടി മനഴി സ്മാരക ട്രസ്റ്റിന്റെയും സഹകാർ ഗ്രൂപ്പിന്റെയും ആതുര സേവന സന്നദ്ധതയും സേവന സ്ഥിരതയും സമാനതകളില്ലാത്തതാണ്. മൂസുകുട്ടി മനഴി സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സൈമൺ ബ്രിട്ടോ സ്മാരകത്തിലെ അന്തേവാസികൾക്ക് കഴിഞ്ഞ 2.5 വർഷത്തോളമായി സൗജന്യ ചികിത്സയും സൗജന്യ ഫിസിയോതെറാപ്പിയും നൽകി വരുന്നുണ്ട്. കേരളത്തിൽ അങ്ങോളമിങ്ങോളമായി 300ഓളം ഫാർമസി കേന്ദ്രങ്ങളിലൂടെ സബ്സിഡി നിരക്കിൽ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിൽ സഹകാർ ഗ്രൂപ്പ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു. കൂടാതെ സഹകാർ ഗ്രൂപ്പിന്റെ സ്മാർട്ട് ക്ലിനിക് പദ്ധതിയുടെ ഹോം കെയർ സംവിധാനം വഴി 70ഓളം ലബോറട്ടറി സേവനങ്ങളും ഡിജിറ്റലായി ഡോക്ടർ സേവനം കൊണ്ട് വയോജനങ്ങൾ, കിടപ്പ് രോഗികൾ തുടങ്ങി ജോലി തിരക്കിനാൽ ആരോഗ്യം ശ്രദ്ധിക്കാനാകാതെ പോകുന്നവർക്ക് പോലും വേണ്ട ചികിത്സയും നൽകി വരുന്നുണ്ട്. ചടങ്ങിൽ പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി അധ്യക്ഷത വഹിച്ചു. സഹകാർ സ്മാർട്ട് ക്ലിനിക് സിഇഒ ഡോക്ടർ മുഹമ്മദ് ഇർഫാൻ പദ്ധതി അവതരണം നടത്തി. സെലിം ഇമേജ് ഹോം കെയർ പദ്ധതിക്കുള്ള വാഹനം സമർപ്പിച്ചു. മൂസുകുട്ടി മനഴി സ്മാരക ട്രസ്റ്റ് ചെയർമാൻ വി രമേശൻ ഉപഹാര സമർപ്പണം നടത്തി. മൂസുകുട്ടി മനഴി സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി എം മുഹമ്മദ് സലീം, പി വാസുദേവൻ, പെരിന്തൽമണ്ണ അർബൻ ബാങ്ക് ചെയർമാൻ സി ദിവാകരൻ, EMS ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇ രാജേഷ്, പെരിന്തൽമണ്ണ നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ, നഗരസഭാ കൗൺസിലർ എം മുഹമ്മദ് ഹനീഫ, സഹകാർ ഗ്രൂപ്പ് ഫൗണ്ടർ മുഹമ്മദ് റാഫി, സഹകാർ ഗ്രൂപ്പ് MD മുസ്താഖ്, സാന്ത്വനം കോർഡിനേറ്റർ സലീം കിഴിശ്ശേരി, സ്വാഗത സംഘം കൺവീനർ CP രാമദാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. സൈമൺ ബ്രിട്ടോ സ്മാരക കേന്ദ്രത്തിലെ ആവശ്യങ്ങൾക്കായി 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4,60,000 രൂപ വകയിരുത്തി നിർമ്മിച്ച ദീനബന്ധു മോഡൽ ബയോഗ്യാസ് പ്ലാന്റിന്റെ ഉദ്ഘാടനവും ഇതിനോടനുബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം.
അത്യാകർഷകമായ ഓഫറുകളിൽ കൂടാതെ 5% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. വെഡിംഗ് പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. 18 കാരറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ. ഒപ്പം 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ.